എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ജീസസ് എവരിഡേ നിങ്ങളുടെ എല്ലാ ദിവസത്തെയും പച്ച പിടിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതം കഠിനമാണ്, എന്നാൽ അസാധ്യമല്ല. ജീവിതം കഠിനമാണ്. ഞാനൊരു കോട്ട് കണ്ടത്, ഒരു കൂട്ടം ഉറുമ്പ് വലിയ ഒരു സംഭവം പൊക്കിക്കൊണ്ട് പോകുന്നു, ഒരു ഭക്ഷണം ചുമന്നുകൊണ്ട് പോകുന്നു. അവർക്ക് ഒറ്റക്കത് കഴിയില്ല, 10 പേര് കൂടിയാലും കഴിയില്ല, ഒത്തിരി പേര് കൂടിയാ ചുമക്കുന്നത്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ്, ലൈഫ് ഈസ് ഹാർഡ് ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ജീവിതം കഠിനമാണ് എന്ന് കരുതി അത് അസാധ്യമല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എത്ര കഠിനമായ കാര്യമാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ എന്ന് ശലോമോൻ ഉറുമ്പിൻ്റെ അടുക്കൽ പോയി ഉപമ പഠിക്കാൻ നമ്മോട് പറയുന്നു. ഉറുമ്പ് ചെയ്യുന്ന കാര്യം അതാണ്. ഒരു പഞ്ചസാരയുടെ ഒരു തരി നമ്മുടെ മേശപ്പുറത്തുണ്ടെങ്കിൽ രാവിലെ ഒരു കൂട്ടം ഉറുമ്പുകൾ ഈ മേശപ്പുറത്ത് വരുന്നത് കാണാം. ഒരു കൂട്ടമില്ല, ഒരു 4-5 ഉറുമ്പുകൾ. അവർ നേരെയല്ല നടക്കുന്നത്, അവർ ഇങ്ങനെ പോകുന്ന ഉറുമ്പുകളുണ്ട്. ഞാൻ അവരെ നോക്കാറുണ്ട്, കാരണം ശലോമോൻ പറഞ്ഞതുകൊണ്ട്. ഇങ്ങനെയാണ് പോകുന്നത്. കാരണം അവർ എന്തോ ഒരു സംഭവം കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ചുമന്നുകൊണ്ട് പിന്നെ നേരെ അവരുടെ കൂട്ടിലോട്ടൊരു ഓട്ടമാണ്. എന്നാലൊരു വലിയ ഒരു കേക്കിൻ്റെ പീസ് അവന് പൊക്കാൻ കഴിയില്ലെങ്കിൽ അവൻ ആദ്യം ഒന്ന് വലിച്ചു നോക്കും. എന്നിട്ട് അവനൊരു ഓട്ടമുണ്ട്. അവൻ ഓടി ഒരു മിനിറ്റ് എടുക്കില്ല, 1 മിനിറ്റിനുള്ളിൽ ഒരു സൈന്യം വരുന്നത് കാണാം. കുഞ്ഞി തലച്ചോറുള്ള, നമ്മുടെ മൈക്രോസ്കോപ്പിൽ കൂടി മാത്രം നോക്കിയാൽ കാണുന്ന അത്രയും ചെറിയ തലച്ചോറുള്ള കുഞ്ഞുറുമ്പുകൾക്ക് ജ്ഞാനം കൊടുത്ത സ്വർഗസ്ഥനായ ദൈവം അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ഈ വലിയ തലച്ചോറ് വെച്ച് വെറുതെ ചിന്തിച്ച് സമയം കളയാതെ ഉറുമ്പിനെ നോക്ക്. ജീവിതം കഠിനമാണ്, എന്നാൽ അവർ തോറ്റുകൊടുക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയതിന് മുമ്പ് ഉണ്ടാക്കപ്പെട്ട ഉറുമ്പ് ഇന്നും മനുഷ്യൻ എത്ര തോൽപ്പിക്കാൻ നോക്കിയിട്ടും തോൽക്കാതെ ഇന്നും ജീവനോടെയുണ്ട്. മനുഷ്യനേക്കാൾ കൂടുതലുണ്ട്. അതിൻ്റെ കാരണം ജീവിതം കഠിനമാണ്, എന്നാൽ അത് അസാധ്യമല്ല. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, അസാധ്യമായ പലതും ഉണ്ടാകും, എന്നാൽ അത് സാധ്യമാണ് എന്നാണ് നാം വായിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ ഈ മലയോട് പറ, മാറിപ്പോ. ഇത് തന്നെയാണ് ഉറുമ്പും പറയുന്നത്. ഈ വലിയ കേക്കിൻ്റെ പീസിനോട് അവർ പറയുകയാണ്, നിന്നെ ഞങ്ങൾ കൂട്ടിലാക്കും, ഞങ്ങളുടെ കൂട്ടിൽ കൊണ്ടുപോകും. ഇന്ന് നീ മേശപ്പുറത്തിരിക്കുന്നു, നിന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും. മല പോലത്തെ വിഷയത്തെ അവരൊരുമിച്ച് കഠിനാധ്വാനം ചെയ്ത്, ഒന്നവരുടെ ഐക്യത, അവരുടെ കഠിനാധ്വാനശീലം, ക്ഷമാശീലം, ഇങ്ങനെ കുറേ ഗുണങ്ങൾ ഉറുമ്പുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ വിജയത്തിനായിട്ട് ദൈവം വെച്ച സംവിധാനങ്ങൾ കാണാം. വെറുതെ മൊബൈൽ നോക്കി റീല് കണ്ടിരിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം അത് സ്വിച്ച് ഓഫ് ചെയ്യുക, എന്നിട്ട് കണ്ണു തുറന്ന് നോക്കുക. കർത്താവ് തന്നെ പറയാണ്, തല പൊക്കി ചുറ്റും നോക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ അത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുക്കുന്നത് കണ്ടു കുട്ടികൾക്ക്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഏപ്രിൽ മെയ് അവധിക്കാലത്ത് വൈഫൈ കട്ട് ചെയ്തു. 2-3 പിള്ളേരുണ്ട് അദ്ദേഹത്തിന്. മക്കൾ ഭയങ്കര വഴക്ക്. ഒരെണ്ണം വന്നിട്ട് പറയുന്നു, ഈ മൊബൈലിനകത്ത് വൈഫൈയുടെ സ്ഥലത്ത് കിടന്ന് ഒരു സാധനം കറങ്ങുന്നു. കാരണം എന്താണ്? വൈഫൈ ഇല്ല. ഇളയവൻ കറങ്ങുന്നു എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ്.
മോള് വന്നിട്ട് ഭയങ്കര കരച്ചിൽ, മൂത്തവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പിണക്കവും വഴക്കവും ഒക്കെ മാറി. അവർ രാവിലെ എഴുന്നേറ്റിട്ട് അപ്പനെ അമ്മയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പനോട് ചോദിച്ചെന്നാ പറഞ്ഞത്, പപ്പ എന്താ ജോലി ചെയ്യുന്നതെന്ന്. അതുപോലെ അവർക്ക് നോക്കാൻ നേരം കിട്ടിയിട്ടില്ല, അറിഞ്ഞൂടാ. കാരണം ഈ മൊബൈലിലോട്ട് നോക്കിയല്ലേ, അതിന് അഡിക്റ്റായി പോയതാണ്. ഏപ്രിൽ മെയ് 2 മാസങ്ങളിൽ വൈഫൈ കട്ട് ചെയ്തതാണ് കാരണം. നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നമ്മൾ തലപൊക്കി ചുറ്റും നോക്കുക. അബ്രഹാം തലപൊക്കി ചുറ്റും നോക്കി. അപ്പം ഇന്നുള്ള പലരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ തല കുനിച്ച് മൊബൈലിൽ നോക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കഴുത്തിന് വേദന, കഴുത്തിൻ്റെ എല്ലിന് കംപ്ലൈൻറ്റ്, മുതുക് വളയുന്നു. അതുകൊണ്ട് അതിനുള്ള പല സംവിധാനങ്ങളും പല മെറ്റീരിയലുകളും മുതുക് നേരെയാക്കുന്ന, നമ്മുടെ പോസ്ചർ കറക്റ്റാക്കുന്ന പല ബാൻഡുകൾ ചൈനക്കാർ പുറത്തു കൊണ്ടുവന്നു. കാരണം വിജയിക്കാൻ ഇനിയുള്ള കാലത്ത് അത് മതി. കാരണം മുതുക് വളഞ്ഞു പോകുന്നു, കഴുത്തിൻ്റെ എല്ലിന് കംപ്ലൈൻറ്റ്, കണ്ണുകൾക്ക് കംപ്ലൈൻറ്റ്. അതുകൊണ്ട് കണ്ണാടി വെക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ഉറക്കം പോകുന്നു, അതുകൊണ്ട് ഉറക്ക ഗുളികയ്ക്ക് ചെലവ് കൂടുന്നു. ഒറ്റ മൊബൈലാണ്, റീലുകൾ, അതുപോലെ യൂട്യൂബിലെ കുറേ കാര്യങ്ങൾ, ആവശ്യമില്ലാത്തതെല്ലാം കാണുന്നു. അഡിക്ഷനായി മാറി. തലപൊക്കി നോക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തലപൊക്കി നോക്കുക. കഠിനമായ പല കാര്യങ്ങളും ചെയ്ത് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ നമുക്ക് കഴിയും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവിധ ഫോൺ അഡിക്ഷനുകളും, സിനിമ, അതുപോലെയുള്ള മറ്റുള്ള പല അഡിക്ഷനുകളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, വിദ്യാർത്ഥിനികൾ പുറത്തു വരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. റോമാലേഖനത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപം എന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴേ നിന്ന് നമ്മൾ പുറത്തു വന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചു. ഇനി അതിലല്ല. അപ്പോൾ ന്യായപ്രമാണം പാപമാണോ? അല്ല. ന്യായപ്രമാണം പാപമല്ല. ന്യായപ്രമാണം ദൈവത്തിൻ്റെ പ്രമാണമാണ്, ന്യായമായ പ്രമാണം. മോഹിക്കരുത്. മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെടില്ല. എന്നാൽ ആഗ്രഹിക്കണം എന്നുള്ളതാണ്. ബൈബിളിലെ എല്ലാ ഭാഗങ്ങളും കൂട്ടി വായിച്ചാൽ ഇത് കിട്ടും. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് ലഭിക്കും. മോഹിക്കരുത് എന്ന് പറയുമ്പോൾ നമുക്കിഷ്ടപ്പെടില്ല, എന്നെ ആരും ഉപദേശിക്കേണ്ട. എന്നാൽ അതിന് തുല്യമായ മറ്റൊരു കാര്യമുണ്ട്, ആഗ്രഹിക്കണം. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമാണ് തിരുവുള്ളമുണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ രസിക്കുക. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. സന്തോഷിക്കേണ്ടയിടത്ത് സന്തോഷിക്കണം. മോഹിക്കുക എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല, മറ്റാർക്കോ ഉള്ളതാണ്. അത് നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് താല്പര്യപ്പെടുന്നതിനെ പറയുന്ന വാക്കാണ് മോഹം. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. കാരണം നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അത് അവൻ്റെ ഭാര്യയാണ്. ഓരോ വ്യക്തികൾക്ക് അവരവർക്ക് ഭാര്യമാർ വേണമെങ്കിൽ ദൈവം തരും. ഭാര്യമാരല്ല, ഭാര്യയെ തരും. അപ്പോൾ ഇന്നത്തെ കുട്ടികളെയെല്ലാം പഠിപ്പിച്ചെടുക്കാൻ പറ്റാത്ത വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, സോഫയിൽ ചാടരുത്. 3 വയസ്സുള്ളൊരു കുട്ടിയോട് പറഞ്ഞാൽ ചാട്ടം നിർത്തില്ല. കാരണം അരുത് എന്നുള്ള ഒരു കാര്യം ഒരു 3-4 വയസ്സ് വരെയും പ്രായമുള്ള കുട്ടിയിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല. അരുത് അല്ല, ചെയ്യുക എന്നുള്ളതാണ്
ഒരു കൊച്ചുകുട്ടിയുടെ ഉള്ളിൽ ആദ്യം വരുന്നത്. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 7 തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കും പ്രായമാകും വരെ അവൻ തേനും തൈരും കൊണ്ട് ഉപജീവിക്കുമെന്ന്. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കും പ്രായം. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഞാൻ സയൻസും ബൈബിളും കൂടി ചേർത്താ പറയുന്നത്, ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ തലച്ചോറിന് എടുക്കാൻ പറ്റും. ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വടിയെടുത്താൽ ആ കുഞ്ഞിന് മനസ്സിലാകില്ല. ഇതറിയാത്ത അമ്മമാർ, അപ്പന്മാർ ഈ കുഞ്ഞിനെ ഇട്ട് തല്ലും. ഞാൻ തല്ലിയിട്ടുണ്ട്. അറിഞ്ഞു വന്നപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ സോഫയിൽ ചാടരുത് എന്ന് പറയുന്നതിനേക്കാൾ താഴെ ഒരു കുഞ്ഞു മെത്ത പോലെ ഒരു സാധനം ഇട്ടിട്ട് ഇതിൽ ചാടുക എന്ന് പറഞ്ഞ് താഴെ നിർത്തിയിട്ട് അത് കാണിച്ചു കൊടുത്താൽ അതിൽ കിടന്ന് ചാടിക്കോളും. കാരണം കുഞ്ഞുങ്ങൾ ഈ സ്പോർട്സൊക്കെ കാണുമ്പോൾ അതിനകത്ത് ചാട്ടമുണ്ട്. പിന്നെ സ്പ്രിങ്ങിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു നെറ്റിൽ ചാടുന്ന കുറേ സാധനമൊക്കെ ഈ കുഞ്ഞുങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്പോർട്സിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ചാടണം. ചാട്ടമെന്ന് പറയുന്നത് ഒരു സന്തോഷമാണ്. ചാട്ടമെന്ന് പറയുന്നത് അതൊരു ദുഃഖത്തിൻ്റെ ഭാഗമല്ല, സന്തോഷത്തിൻ്റെ ഭാഗമാണ്. ചാടുമ്പോൾ കുഞ്ഞുങ്ങളിൽ സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഉണ്ടാകുകയാണ്. അവർ കുഞ്ഞുങ്ങളാണ്. നമ്മളവരോട് ചാടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരിലുണ്ടാകുന്ന ഹോർമോണുകളെ ഇല്ലാതെയാക്കുകയാണ്. അപ്പോൾ എവിടെ ചാടണം? അപ്പോൾ 1 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളോട് ചെയ്യരുത് എന്നല്ല പറയേണ്ടത്, ചെയ്യുക. ബൈബിളിൽ നോക്കിയേ, മോഹിക്കരുത് എന്ന ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. മോഹിക്കരുത്. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം നാം ആദാമിൻ്റെ സന്തതികളായിരുന്നു. ആദാമിൻ്റെ സന്തതികൾക്ക് അരുത് എന്ന ഒരു സാധനം പെട്ടെന്ന് ക്ലിക്കാകില്ല. എന്നാൽ ക്രിസ്തുവിൽ അങ്ങനെയല്ല. മോഹിക്കാൻ കഴിയില്ല. യഥാർത്ഥമായതിനെ ചെയ്യാൻ കഴിയും, ആഗ്രഹിക്കാൻ കഴിയും. നല്ലതിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തി പുതിയ സൃഷ്ടിക്കുണ്ട്. നിങ്ങൾ ഈ സന്ദേശങ്ങൾ തിരിച്ചും മറിച്ചും കേട്ട് എഴുതണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഇപ്പോൾ വിവാഹം കഴിച്ചവരെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇതുപോലെ ട്രെയിൻ ചെയ്യണം. ചെയ്യരുത് എന്നുള്ളത് ആദാമ്യ സന്തതികൾക്ക് ബുദ്ധിമുട്ടാണ്. ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് പെട്ടെന്ന് പിടിക്കുന്നത്. അതുകൊണ്ട് ചെയ്യരുതെന്നൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളതാണ് ആദാമ്യ സന്തതിക്ക് മനസ്സിലാവും. എന്നാൽ പുതിയ സൃഷ്ടിയുടെ യേശുവിൽ ജീവിക്കുന്നവരുടെ പ്രത്യേകത, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയണ്ട, ചെയ്യുക എന്നുള്ളത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. അത് അവർക്ക് മോഹിക്കാനല്ല, ആഗ്രഹിക്കാൻ കഴിയും. നന്മകൾ തിരിച്ചറിയാനുള്ള ഒരു പക്വത പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തിട്ട്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ പുതിയ സൃഷ്ടികളെ സകല സത്യത്തിലും വഴി നടത്തും. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല. ഈ കാര്യസ്ഥൻ വന്നാൽ ഞാനുള്ളതുപോലെ നിങ്ങളോട് കൂടിയിരിക്കും. എന്ത് ചെയ്യണമെന്ന് ആത്മാവ് നമ്മോട് നിയോഗങ്ങൾ തരും. ശരിയായ വഴിയിലൂടെ വഴി നടത്തും. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവവചനം ധ്യാനിച്ച് ഇങ്ങനെ മൈൻഡിനെ, എനിക്ക് കഴിയും, എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് മൈൻഡിനെ സെറ്റ് ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് തരുന്ന ദൈവിക വെളിപ്പാടുകളെ തിരിച്ചറിഞ്ഞ് നന്മ തിന്മകളെ ഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൽ ചലിച്ച് വിജയങ്ങളെ കരസ്ഥമാക്കുവാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കണം. ഇവരെ അനുഗ്രഹിക്കുന്നു.
പരിശുദ്ധാത്മാവ് എല്ലാവരിലും വ്യാപരിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് കൃപ തരും, ബലപ്പെടുത്തും. കൂടുതൽ നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഉപവാസ പ്രാർത്ഥനകളുണ്ട്. രാവിലെ 10:30 ഞായറാഴ്ച 8 മണിക്ക് രാവിലെ സഭായോഗമുണ്ട്. കടന്നു വരിക. നിങ്ങൾക്ക് കൂടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ദൈവവചന ധ്യാനങ്ങൾ തുടരുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. എത്ര നിന്ദകൾ വന്നാലും, എത്ര നിന്ദകൾ, എത്ര தேவைகள் என்னை சூழ நின்றாலும் உம்மை பார்க்கின்ற உத்தம ஊழியர், உத்தம ஊழியர் என்று நீ சொல்லிடும் ഒരു വാർത്ത കേട്ടിട. ഉണ്മയായി ഒരു വാക്കിനായി ഞങ്ങൾ ഓടുന്നു. ഉത്തമ നല്ലവനും വിശ്വസ്തനും താ. ആ ഒരു വാക്ക്, ഒരു വാർത്ത കേട്ടിട. ഉണ്മയായോടുകിன்ற വിളിച്ച